അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഞാൻ റിയാസ് മന്നാനി കടയ്ക്കലാണ്. എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ബഹുമാനികളെ, നമ്മളിൽ പലരും ഉദ്ഹിയ കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി നിയ്യത്ത് ചെയ്തിരിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ അല്ലാത്തവരുമായിരിക്കാം. ഉദ്ഹിയ കർമ്മം നിർവഹിക്കുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ ചർച്ച ചെയ്തു. ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മളെ ഈ ഉദ്ഹിയ കർമ്മത്തിലൂടെ അള്ളാഹു ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നുള്ളൊരു ബോധം നമുക്കുണ്ടാകണമല്ലോ. എന്തായാലും നമ്മൾ ആ സൽക്കർമ്മം ചെയ്യാൻ ഉദ്ദേശിച്ചു, അല്ലെങ്കിൽ അല്ലാത്തവരും കാണും. ആർക്കാണെങ്കിലും ഉദ്ഹിയ കൊണ്ടുള്ള ഉദ്ദേശം, അള്ളാഹുവിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ സൽക്കർമ്മം, ആ ഇബാദത്ത് പൂർണ്ണമായ രീതിയിൽ നമുക്ക് ചെയ്ത് അവസാനിപ്പിക്കാൻ കഴിയുകയുള്ളൂ. അള്ളാഹുവിൻ്റെ ഉദ്ദേശം എന്താണ്? നമ്മളൊന്ന് ചിന്തിച്ച് നോക്കും. പെരുന്നാൾ ദിവസം നമ്മൾ മാംസം ധർമ്മം ചെയ്യുന്നു. വെറും മാംസമല്ല, നമ്മളൊരു മൃഗത്തെ വാങ്ങി ബലി അറുത്ത് അതിൻ്റെ മാംസമാണ് പാവപ്പെട്ടവർക്ക് കൊടുക്കേണ്ടത്. അപ്പം പലരും തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്ന ഒരു കാര്യം, പെരുന്നാളായതുകൊണ്ട് പാവപ്പെട്ടവർക്കൊരു സഹായമായി അള്ളാഹു കൽപ്പിച്ചതാണ്. പാവപ്പെട്ടവർക്കൊരു സഹായമാകാൻ വേണ്ടി ഇറച്ചിയും മറ്റും നമ്മൾ സ്വതക്ക ചെയ്യുമ്പോൾ അവർക്കൊരു സഹായമാവാൻ വേണ്ടി അള്ളാഹു തആല കൽപ്പിച്ചതാണ്. അത് മാത്രമാണ് ഈ ഉദ്ഹിയ കൊണ്ടുള്ള ഉദ്ദേശമെന്ന് പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. പാവപ്പെട്ടവർക്ക് സഹായമാകാൻ വേണ്ടി മാത്രമാണ് എങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കൂ. നമ്മൾ എന്തായാലും പെരുന്നാളിന് ഇറച്ചി വാങ്ങിക്കും. നമ്മൾ 2 കിലോ, ഒരു 10 കിലോ വാങ്ങിച്ചിട്ട് 2 കിലോ നമ്മളെടുത്തിട്ട് ബാക്കി വരുന്ന ഇറച്ചി നമുക്ക് സ്വതക്ക ചെയ്യാലോ പാവപ്പെട്ടവർക്ക്. അതുമല്ലെങ്കിൽ പാവപ്പെട്ടവരെ നോക്കി ഇറച്ചി വാങ്ങിക്കാനുള്ള പൈസ നമുക്ക് കൊടുക്കാമല്ലോ. അപ്പം അതൊന്നും ഉദ്ഹിയയിൽ പെടത്തില്ല. നമ്മളൊരു ഉദ്ഹിയ മൃഗത്തിനെ വാങ്ങി അറുത്ത് തന്നെ സ്വതക്ക ചെയ്യണം. അങ്ങനെ നോക്കുമ്പോൾ നമ്മളൊരു മൃഗത്തെ വാങ്ങി അറുത്ത് തന്നെ സ്വതക്ക ചെയ്യണം. അത് ഉദ്ഹിയയുടെ നിയമമാണല്ലോ. അല്ലാതെ നമ്മൾ ഇറച്ചിക്കടയിൽ നിന്ന് ഇറച്ചി വാങ്ങിച്ച് കൊടുത്താൽ ശരിയാവത്തില്ല. അങ്ങനെ നോക്കുമ്പോൾ പാവപ്പെട്ടവരെ സഹായിക്കണമെന്നാണ് അള്ളാഹുവിൻ്റെ ഉദ്ദേശമെങ്കിൽ അങ്ങനെ കൊടുത്താലും മതിയല്ലോ. അപ്പോൾ അത് മാത്രമല്ല, പാവപ്പെട്ടവരെ സഹായിക്കൽ മാത്രമല്ല ഉദ്ഹിയ കൊണ്ടുള്ള ഉദ്ദേശം. അതും ഒരു ഘടകമാണ് എങ്കിൽ പോലും യഥാർത്ഥ ഉദ്ദേശം അവിടെ മറ്റൊന്നാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ത്യാഗോജ്ജലമായ ജീവിതവും അവിടത്തേക്ക് അള്ളാഹു നൽകിയ പരീക്ഷണങ്ങളും, ആ പരീക്ഷണങ്ങളെല്ലാം മനസ്സോടെ സന്തോഷത്തോടുകൂടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ പരീക്ഷണങ്ങളിലെല്ലാം വിജയിച്ച ആ ചരിത്രങ്ങളൊക്കെ നമ്മൾ പാഠം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടുകൂടെയാണ് ഈ ഉദ്ഹിയ കർമ്മം അല്ലാഹു തആല നിശ്ചയിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഇബ്രാഹിം നബിയുടെ ചരിത്രമൊക്കെ നമുക്കറിയാം. ഒന്നുകിൽ നമ്മൾ വായിച്ചിട്ടുള്ളതായിരിക്കാം, അല്ലെങ്കിൽ പല ഉസ്താദന്മാരും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. വാർദ്ധക്യ സമയത്ത് കാത്തിരുന്ന് കിട്ടിയതാണ് സ്വന്തം മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ. വാർദ്ധക്യ സമയത്ത് കിട്ടിയ അരുമ സന്താനമാണ് ഇസ്മായിൽ നബി അലൈഹിസ്സലാം. ഇസ്മായിൽ നബിയെ കിട്ടിയത് വളരെ അധികം ഇബ്രാഹിം നബിക്ക് സന്തോഷമായി, ഭാര്യ ഹാജറ ബീവിക്കൊക്കെ സന്തോഷമായി. അവർ സന്തോഷത്തോടുകൂടി ഈ മകനെ വളർത്തുകയാണ്. അവൻ കുറച്ച് വളർന്ന് കളിച്ച് ചിരിച്ച് ഓടി നടക്കുന്ന സമയം, ആ സമയത്താണ് അള്ളാഹുവിൻ്റെ സ്വപ്നത്തിലൂടെ അള്ളാഹു അറിയിക്കുന്നു, ഈ സ്വന്തം മകനെ, ഈ കളിച്ച് ചിരിച്ച് നടക്കുന്ന ഈ കുഞ്ഞു മകനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉദ്ഹിയ അറുക്കണം. 3 തവണ നബി സ്വപ്നം കണ്ടു, പ്രവാചകൻ സ്വപ്നം കണ്ടു. അപ്പോൾ പ്രവാചകന് മനസ്സിലായി ഇത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള വഹിയാണ്, അറിയിപ്പാണ് എന്ന് മനസ്സിലാക്കുകയും അത് പ്രകാരം ഇത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ മകനോട് പറയുകയാണ്. ആ രംഗമൊക്കെ നമ്മളൊന്ന് മനസ്സിൽ കൊണ്ടുവരിക. സൂറത്തു സോഫാത്തിൽ 101, 102 ആയത്തുകളിലൊക്കെ വിശദമായി പറയുന്നുണ്ട്. മകനെ, ഇന്നതുപോലെ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് എനിക്കൊരു അറിയിപ്പുണ്ടായിട്ടുണ്ട്. നിന്നെ അവൻ്റെ മാർഗത്തിൽ ബലി നൽകണമെന്നാണ്
ഞാൻ സ്വപ്നത്തിലൂടെ കണ്ടത്. അപ്പോൾ മകൻ്റെ മറുപടി വളരെ പ്രധാനപ്പെട്ടതാണ്. മകൻ തന്നെ പറയുന്നു, അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നാണ് ആ ഓർഡർ വന്നതെങ്കിൽ ഇപ്പം മടിച്ചു നിൽക്കണ്ട, എനിക്കതിൽ വിഷമവുമില്ല. താങ്കൾ എന്നെ ഉളുഹിയ അറുത്ത് കൊള്ളുവാൻ മകൻ തന്നെ അനുവാദം കൊടുക്കുകയാണ്. ബഹുമാനികളെ, ഈ രംഗമൊക്കെ നമ്മുടെ മനസ്സിൽ വരണം. അങ്ങനെ അനുവാദം കൊടുത്ത് മഹാനവറുകൾ അർക്കാനൊക്കെ കൊണ്ടുപോകുന്ന ചരിത്രങ്ങൾ വളരെ വിശദമായിട്ട് ബുക്സുകളിലും മറ്റുമൊക്കെ നമുക്ക് കാണാം. മൊബൈലിൽ യൂട്യൂബിലൊക്കെ ഉസ്താദന്മാർ പറയുന്നുണ്ട്, നമ്മളെ വെള്ളിയാഴ്ച ഉസ്താദന്മാർ പ്രസംഗിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കേട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുകയാണ്. എങ്കിലും ഞാനൊന്ന് ഓർമ്മിപ്പിക്കുന്നതെന്ന് മാത്രം. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ അറക്കാൻ കൊണ്ടുപോയി അറക്കുന്ന സമയത്തുള്ള രംഗങ്ങളൊക്കെ നമുക്കറിയാം. ഇസ്മായിൽ നബി അലൈഹി സ്വലാം പറയുന്നു, എൻ്റെ കാല് എന്തെങ്കിലും കൊണ്ട് ബന്ധിക്കണം, അതുപോലെ തന്നെ താങ്കൾ എൻ്റെ കണ്ണിലേക്ക് നോക്കരുത്, നോക്കിക്കഴിഞ്ഞാൽ അറുക്കാൻ താങ്കൾക്ക് മടി കാണും, അതുകൊണ്ട് എൻ്റെ കണ്ണ് മറച്ച് വെച്ച് വേണം താങ്കൾ അറുക്കാൻ എന്നൊക്കെ പറയുന്ന ആ രംഗം നമുക്കറിയാം. അങ്ങനെ അവൻ മകനെ കിടത്തി അറുക്കാൻ വേണ്ടി കത്തി വെച്ച് അറുക്കുകയും ചെയ്തു. പക്ഷേ കത്തിയുടെ മൂർച്ച അല്ലാഹു തആല എടുത്ത് മാറ്റുകയും കഴുത്ത് മുറിഞ്ഞില്ല, ഒരു പോറൽ പോലും പറ്റിയില്ല. അപ്പോൾ അദ്ദേഹം ഈ കത്തി കൊണ്ടൊരു പാറയിൽ അടിക്കുന്നുണ്ട്. പാറയെ വെട്ടിയ പാറ രണ്ടായിട്ട് പുലർന്നു പോയെങ്കിലും മകൻ്റെ കഴുത്ത് മുറിയുന്നില്ല. അപ്പോഴേ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും അറിയിപ്പുണ്ടായി, താങ്കളുടെ പരീക്ഷണത്തിൽ താങ്കൾ വിജയിച്ചിരിക്കുന്നു, താങ്കൾ ഒരു ആടിനെ ബലിയറുത്ത് നൽകുക എന്ന് പറഞ്ഞ് സ്വർഗത്തിൽ നിന്ന് ഒരു ആട്ടിനെ അള്ളാഹു ഇറക്കി കൊടുക്കുകയും അവിടെ ബലി നടക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ചരിത്രത്തെ ഒന്ന് അനുസ്മരിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ബലി അറുത്ത് നൽകുന്നത്. ഈ ചരിത്രത്തെ അനുസ്മരിക്കുമ്പോൾ ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ജീവിത ചരിത്രമാണ്. ഇബ്രാഹിം നബിക്ക് കൊടുത്ത പരീക്ഷണം, ആ പരീക്ഷണത്തിൽ ഇബ്രാഹിം നബി വിജയിച്ച ആ ഒരു സംഭവമാണ് നമ്മൾ ഉളുഹിയയിലൂടെ യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആ സമയത്ത് മകനെ അറുക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ എന്തായിരുന്നു എന്ന് ഒരു നിമിഷമെങ്കിലും നമ്മളൊന്ന് ചിന്തിക്കുകയും, നമ്മളും ഉളുഹിയ അറുക്കാൻ ഉള്ളവരാണ് എങ്കിൽ ആ ഉളുഹിയ അറുക്കുന്ന സമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ആ മനസ്സിലുണ്ടായിരുന്ന ആ മാനസികാവസ്ഥ നമുക്കുണ്ടാകണം. എങ്കിലല്ലേ ആ കർമ്മം പൂർണ്ണമാവുകയുള്ളൂ. ബഹുമാനികൾ, അങ്ങനെ ഉണ്ടാകണമെങ്കിൽ നമ്മൾ സമയമാകുമ്പോൾ ചന്തയിൽ പോയി ഒരു പോത്തിനെയോ ആട്ടിനെയോ വാങ്ങി കൊണ്ടുവന്ന് ആരെങ്കിലുമൊക്കെ ഏൽപ്പിച്ചു. ചിലപ്പോൾ ഒരു മാസം മുമ്പേ വാങ്ങിക്കുമായിരിക്കാം. ഒരു മാസം മുമ്പേ ആടാണെങ്കിൽ ആട്, അല്ല പോത്ത്, അല്ലെ മറ്റുള്ള മൃഗമാണെങ്കിൽ അങ്ങനെ. അപ്പോൾ നമ്മൾ വാങ്ങിക്കൊണ്ട് വന്ന് ആരെങ്കിലും മേപ്പിക്കും, അതിന് ഭക്ഷണം കൊടുക്കാനും അതിനൊക്കെ വേറൊരു സ്ഥലത്ത് കൊണ്ട് കെട്ടിയിരിക്കും. നമ്മൾ പിന്നെ അങ്ങോട്ട് പോവില്ല, പിന്നെ അവനെ ജോലിക്കാരൻ നോക്കിക്കൊള്ളും. സമയമാകുമ്പോൾ ചെല്ലും, പള്ളിയിലാണെങ്കിൽ പള്ളിയിൽ, വീട്ടിലാണെങ്കിൽ വീട്ടിൽ കൂലിക്ക് ആൾ വരും, ആർക്കും കാര്യം കഴിയും. ഇങ്ങനെയാണ് എങ്കിൽ നമ്മുടെ മനസ്സിൽ ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിലേക്ക് അപ്പോഴുണ്ടായ ആ മാനസികാവസ്ഥ നമുക്കുണ്ടാകുമോ? നമ്മളൊന്ന് ചിന്തിച്ച് നോക്കൂ. ഒരു മൃഗത്തെ ബലിയിറക്കുന്നു, അതോടെ കഴിയുന്നു കാര്യം. പക്ഷേ അങ്ങനെയല്ല ചെയ്യേണ്ടത്. മറിച്ച് ആ ഇബ്രാഹിം നബിയുടെ ആ സിറ്റുവേഷൻ നമ്മുടെ മനസ്സിലേക്ക് വരണമെങ്കിൽ നിങ്ങളൊരു കുട്ടിയിലെ വാങ്ങിക്കണം, അല്ലെങ്കിൽ ഒരു പോത്തൻകുട്ടിയെ കുഞ്ഞിലെ വാങ്ങിക്കണം. കുഞ്ഞിലെ വാങ്ങിച്ച് 2 വർഷം അതിനെ വളർത്തണം. ആട്ടിനെ സംബന്ധിച്ച് നമുക്ക് ആടായാലും കന്നുകാലികളെല്ലാം അങ്ങനെ തന്നെ. നമ്മൾ കുട്ടിയിലെ വാങ്ങി 2 വർഷം വളർത്തണം. വളർത്തി കഴിഞ്ഞാൽ നമ്മുടെ കുറച്ച് നാൾ കഴിയുമ്പോൾ തന്നെ നമ്മൾ ആഹാരമൊക്കെ കൊടുത്ത് നമ്മൾ വരുമ്പോൾ തന്നെ അത് നമ്മളടുത്തേക്ക് ഓടി വരും. നമ്മൾ എന്ത് കൊടുത്താലും ഒന്ന് അടുത്ത് വന്ന് ഓടി വന്ന് സന്തോഷത്തോടെ കഴിക്കും. നമ്മുടെ ശബ്ദം കേൾക്കുമ്പോൾ ചാടി എണീറ്റ് ചെവിയൊക്കെ കൂർപ്പിച്ച് നമ്മുടെ വരവിനായി കാത്തിരിക്കും. ഇങ്ങനെ അവരുടെ പക്കൽ നിന്ന് ഒരുപാട് സ്നേഹപ്രകടനങ്ങൾ നമ്മുടെയൊക്കെ വീട്ടിൽ മൃഗങ്ങളുണ്ട്. നമുക്കറിയാം അവരൊക്കെ ആഹാരം കൊടുക്കുന്ന നമ്മളോട് എന്തുമാത്രം സ്നേഹം കാണിക്കുമെന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ ഒരു 2 വർഷം ഒരു ആട്ടിൻകുട്ടിയെ വാങ്ങി വളർത്തി 2 വർഷമാകുമ്പോൾ
നമ്മൾ സ്വന്തം മക്കളെ പോലെ ഒരു പേരൊക്കെ ഇട്ട് നമ്മളെ സ്വന്തം മക്കളെ പോലെ വളർത്തി എന്നും നമ്മളതിന് ആഹാരം കൊടുത്ത് കുളിപ്പിച്ച് വൃത്തിയാക്കി നമ്മൾ അതിൻ്റെ കാര്യത്തിൽ എപ്പോഴും ശ്രദ്ധിച്ച് ഒരു മകനെ പോലെ നമ്മൾ വളർത്തി 2 വർഷം കഴിയുമ്പോൾ നമ്മൾ ഉദിയറക്കാൻ വേണ്ടി രാവിലെ കൊണ്ടുപോയി ഉദിയറക്കാൻ വേണ്ടി കിടത്തി കത്തിയെടുത്ത് നമ്മൾ കഴുത്തിൽ വയ്ക്കുമ്പോൾ ആ സന്ദർഭത്തിൽ നമ്മുടെ മനസ്സിൽ എന്തുമാത്രം വിഷമവും ടെൻഷനും ഉണ്ടാകുമെന്ന് നമ്മളൊന്ന് ആലോചിച്ച് പോകും. അപ്പോഴാണ് നമ്മൾ ഇബ്രാഹിം നബി സ്വന്തം മകനെ അറുക്കാൻ നേരത്ത് അദ്ദേഹം എന്തുമാത്രം വിഷമിച്ചു. അത്ര വിഷമം വരുന്നില്ല, അത്രത്തോളം നമുക്ക് വരില്ലെങ്കിലും നമുക്കൊരു ടെൻഷൻ ഉണ്ടാകും. അള്ളാഹു നമ്മൾ വളർത്തി ആ കണ്ണിലേക്ക് നോക്കുമ്പോൾ, ആ മൃഗം നമ്മുടെ കണ്ണിലേക്കൊക്കെ നോക്കുമ്പോൾ നമുക്ക് എന്തുമാത്രം ടെൻഷൻ. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് അള്ളാഹു കൊടുത്ത പരീക്ഷണം ഒന്ന് ആലോചിച്ച് നോക്കൂ. അതിൽ അള്ളാഹുവിൻ്റെ കൽപ്പന ഉണ്ടായപ്പോൾ ഏതിനെയൊന്നൊരു ചോദ്യം പോലും മഹാനവറുകൾ ചോദിച്ചില്ല. ധാരാളം പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങിയ പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം. നമുക്കറിയാം, ഹജ്ജിൻ്റെ വേളയിലൊക്കെ ഉംറയ്ക്കൊക്കെ പോകുന്നവർക്ക് അറിയാം, അവിടെ നടക്കുന്ന എല്ലാ സൽക്കർമ്മങ്ങളും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെയും മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിൻ്റെയും ഹാജറ ബീവിയുടെയും ഒക്കെ ജീവിതങ്ങൾ അയവറക്കുകയാണ്. എല്ലാ സൽക്കർമ്മങ്ങളും ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവിടെ ആരുമില്ലാത്ത വിജനമായ സ്ഥലത്ത് കുഞ്ഞു മകനെയും ഭാര്യയും ഉപേക്ഷിച്ച് പോകുന്നു. അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഇസ്മായിൽ നബി അലൈഹി സ്വലാം കാലിട്ടടിച്ച സ്ഥലത്തു നിന്ന് സംസം ഉറവിടം പൊട്ടിപ്പുറപ്പെടുന്നു. സംസം വെള്ളം വറ്റാത്ത ജലം അവിടെ തങ്ങി നിൽക്കുന്നു. അതൊരു കിണറായി രൂപാന്തരപ്പെടുന്നു. വെള്ളമുള്ള സ്ഥലത്തേക്ക് ആളുകൾ പല സ്ഥലത്തു നിന്നും വന്ന് താമസം ആരംഭിക്കുന്നു. പിന്നെ അവിടെ വലിയൊരു ജനസാഗരമായി മാറുന്നു. ഇപ്പോഴൊക്കെ നമ്മളവിടെ പോയാൽ അത്ഭുതമല്ലേ, സ്വർഗമല്ലേ, അവിടെയൊക്കെ ദുനിയാവിലെ സ്വർഗമെന്ന് തന്നെ വിശേഷിപ്പിക്കാം. അങ്ങനെ എന്തുമാത്രം മാറ്റങ്ങൾ അവിടെ സംഭവിച്ചു. അപ്പം ഇതിനു വേണ്ടിയായിരിക്കാം അള്ളാഹു ആ ഒരു കൽപ്പന ഉണ്ടായത്, മകനെയും ഹാജറയെ അവിടെ ഉപേക്ഷിക്കുവാനുള്ള. അപ്പം നമ്മൾ പറഞ്ഞെന്ന വിഷയം, ധാരാളം പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന പ്രവാചകനായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാം. അപ്പോൾ ഇബ്രാഹിമിൻ്റെ മകനെ അറക്കുന്ന സന്ദർഭത്തിലുള്ള ആ മാനസികാവസ്ഥ നമുക്കുണ്ടാകണമെങ്കിൽ, കുറച്ചെങ്കിലും നമുക്ക് ഉണ്ടാകണമെങ്കിൽ, നമ്മൾ ഒരു ആട്ടിനെ വാങ്ങി വളർത്തി 2 വർഷം വളർത്തി അതിനെ അറക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അന്ന് അനുഭവിച്ച ആ ഒരു വേദന, ആ ഒരു പരീക്ഷണവും ഇബ്രാഹിം നബിയുടെ അങ്ങേ അറ്റത്തെ ആ അള്ളാഹുവിനോടുള്ള വഴിപ്പെടലിൻ്റെ അങ്ങേ അറ്റം, അള്ളാഹുവിനെ അനുസരിക്കുന്നതിൻ്റെ അങ്ങേ അറ്റം ഇബ്രാഹിം നബി അലൈഹി സ്വലാം അങ്ങനെ അറുക്കുകയും ചെയ്തു. അള്ളാഹുവിൻ്റെ കഴിവ് കൊണ്ട് ആ കത്തിയുടെ മൂർച്ച പോയി. അങ്ങനെയാണ് ബലി നടക്കുന്നത്. സ്വർഗത്തിൽ നിന്നൊരു ആട്ടിനെ ഇറക്കി പിന്നെ ബലി നടക്കും. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ആ മാനസികാവസ്ഥ നമുക്കുണ്ടാകണമെങ്കിൽ ഈ പ്രകാരമാണ് ഉദിയ നൽകേണ്ടത്. നമ്മളിപ്പോൾ ചെയ്യുന്നത് അങ്ങനെയൊന്നുമല്ല. ബഹുമാനികളെ, ഒന്നുമല്ലെങ്കിൽ 1 മാസമെങ്കിലും മുമ്പേ നമ്മൾ ഉദിയ മൃഗത്തെ വാങ്ങിക്കുക. 1 or 2 മാസം, 1 വർഷമാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 1 മാസമെങ്കിലും മുമ്പേ നമ്മൾ ആ ഉദിയ മൃഗത്തെ വാങ്ങിച്ചിട്ട് വല്ലവരെയും ഏൽപ്പിക്കുന്നതിന് പകരം നമ്മൾ തന്നെ സ്വന്തമായിട്ട് അതിന് ആഹാരം നൽകുക. 1 മാസമെങ്കിലും അതിന് നമ്മൾ ആഹാരം നൽകുക. നമ്മൾക്ക് അതിന് പുല്ല് പറിക്കാനും മറ്റൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ ശേഖരിക്കാൻ കൂലിക്കാരെ നിർത്തിക്കൊള്ളി, അതൊരു പ്രശ്നമില്ല. പക്ഷേ കൊടുക്കുന്നത് നമ്മൾ കൊടുക്കുക. കുറച്ച് അതിനെ 2-3 ദിവസം കൂടുമ്പോൾ കുളിപ്പിക്കുക, ഒന്ന് തലോടുക. അതിനോടുള്ള കുറച്ച് സ്നേഹപ്രകടനങ്ങൾ നമ്മൾ ഈ 1 മാസമെങ്കിലും കൊണ്ട് നടത്തിയെടുക്കുക. ഏറ്റവും കുറഞ്ഞൊരു 10 ദിവസം മുമ്പെങ്കിലും അതിനെ വാങ്ങിച്ച് നമ്മൾ അതിനോടൊരു ബന്ധം നിലനിർത്തുക. അതിനുശേഷം നമ്മൾ ഉദിയ കർമ്മത്തിലേക്ക് കടക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാക്കും ഇബ്രാഹിം നബിയുടെ പരീക്ഷണം എന്തുമാത്രം കാഠിന്യമേറിയതായിരുന്നു എന്ന്. ആ സമയത്ത് മാത്രമാണ് നമുക്ക് ഇബ്രാഹിം നബിയുടെ ആ മാനസികാവസ്ഥ ഏകദേശമെങ്കിലും നമുക്ക് വരികയുള്ളൂ. അപ്പം ആർക്കോ വേണ്ടി നമ്മൾ ചെയ്യാതെ, ഉദിയ കർമ്മം ചെയ്യാതെ, നമുക്ക് വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിൽ ഈ രൂപത്തിലാണ് നമ്മൾ ഉദിയ കർമ്മം ചെയ്യേണ്ടത്.
7 പേര് കൂടി ഒരു പോത്തിനെ അറുക്കുന്നത് നല്ല കാര്യമാണ്. പക്ഷേ ഏറ്റവും ശ്രേഷ്ഠത ഒരാട്ടിനെ നമ്മൾ അറുത്തു കൊടുക്കലാണ്. ഒരാടിനെ നമ്മൾ വാങ്ങി വീട്ടിൽ നിർത്തി വളർത്തി അറുത്തു കൊടുക്കലാണ്, നമ്മളെ വീട്ടിൽ വെച്ച് അറുത്തു കൊടുക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം. ഇപ്പോഴും നമ്മൾ പള്ളികളിലൊക്കെ അങ്ങനെയാണ്, സംഘമായിട്ടാണ് നടക്കുന്നത്. അവരുടെയൊക്കെ ഉദ്ദേശം ഇറച്ചിയൊക്കെ പലയിടത്തും എത്തിക്കാം, വിഭജനം എളുപ്പമാകുമല്ലോ, അതൊക്കെ കൊണ്ടാണ് അങ്ങനെ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം ഒരു മൃഗത്തിനെ വാങ്ങി അറുത്ത് കൊടുക്കലാണ്. അപ്പം നമ്മൾ വാങ്ങിക്കുമ്പോൾ ഒരു കുട്ടിയിലെ ഒരു മൃഗത്തെ വാങ്ങിച്ച് 2 വർഷമോ 1 വർഷമോ ഏറ്റവും കുറഞ്ഞ 1 മാസമെങ്കിലും നമ്മൾ വളർത്തി അത് നമ്മൾ സ്വന്തം കൈ കൊണ്ട് ആഹാരം കൊടുത്ത് നമ്മളെ മക്കളെ പോലെ സംരക്ഷിച്ച് വളർത്തി സമയമാകുമ്പോൾ അറുക്കുമ്പോൾ മനസ്സിന് നമുക്ക് വേദന തോന്നും. ആ സന്ദർഭം എങ്കിൽ മാത്രമേ പൂർണ്ണമായ രീതിയിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ആ മാനസികാവസ്ഥ നമുക്ക് വരികയും ഈ ഉളിയ കർമ്മം പൂർണ്ണമായ രീതിയിൽ സംതൃപ്തികരമായ രീതിയിൽ നിർവഹിക്കാൻ പറ്റുകയുള്ളൂ. നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി, നമുക്കത് മനസ്സിലാകും. അപ്പം ഉളിയ കൊണ്ടുള്ള ഒരു ഉദ്ദേശം പാവപ്പെട്ടവരെ സഹായിക്കലാണെങ്കിൽ പോലും അതിൻ്റെ യഥാർത്ഥ ഉദ്ദേശം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെയും ഇസ്മായിൽ നബി അലൈഹി സ്വലാമിൻ്റെയും ജീവിത ചരിത്രങ്ങൾ അയവറക്കലും കൂടിയാണ് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളെല്ലാം സന്തോഷത്തോടുകൂടി ഏറ്റുവാങ്ങിയ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം, അതെല്ലാം അപ്പടി നിർവഹിക്കുകയും ചെയ്ത ഇബ്രാഹിം നബി അലൈഹി സ്വലാം, അദ്ദേഹത്തിൻ്റെ ആ ചര്യകളെയാണ് നമ്മൾ ഹജ്ജിലൂടെയും ഉംറയിലൂടെയും ഉദിയയിലൂടെയുമൊക്കെ നിർവഹിക്കുന്നത്. അപ്പോൾ അള്ളാഹു തന്നെ അന്ന് ഖുർആനിൽ കൂടി പറഞ്ഞിട്ടുണ്ട്, താങ്കളുടെ പ്രസക്തി ഖിയാമത്ത് നാൾ വരെ നിലനിർത്തുമെന്നുള്ളത്. അതിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോഴും ഒരു നിമിഷം പോലും ഒഴിയാതെ കഅബയിലേക്ക് പോയാൽ നമുക്ക് കാണാം, ഒരു നിമിഷം പോലും ഒഴിയുന്നില്ല. തവാഫും അവിടെ ഇങ്ങനെ ഇബാദത്തുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം ഇബ്രാഹിം നബിയെ, ഇസ്മായിൽ നബിയെ, ഹാജറ ബീവിയൊക്കെ ഓർമ്മിപ്പിക്കുന്ന ഇബാദത്തുകളാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഉളിയെ കൊണ്ടുള്ള യഥാർത്ഥ ഉദ്ദേശം ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും ആ സംഭവമാണ്. ആ സംഭവം നമ്മൾ റീക്രിയേഷൻ ചെയ്യുകയാണ്. അങ്ങനെ വരുമ്പോൾ ആ ഇബ്രാഹിം നബിയുടെ മാനസികാവസ്ഥ നമുക്ക് വരണമെങ്കിൽ ഇപ്രകാരം, ഒന്നുമല്ലെങ്കിൽ 1 മാസം മുമ്പെങ്കിലും ഉദിയ മൃഗത്തിനെ വാങ്ങി നമ്മളൊന്ന് സ്വന്തമായ ആഹാരം കൊടുത്ത് തലോടി അതിനെ സ്നേഹിച്ച് ലാളിച്ചതിന് ശേഷം മാത്രമേ ഉദിയ കർമ്മത്തിലേക്ക് കടക്കാവൂ. എങ്കിൽ മാത്രമേ പൂർണ്ണമായ ഉദിയ നിർവഹിച്ചതിൻ്റെ ആ സംതൃപ്തി നമുക്ക് കിട്ടുകയുള്ളൂ. പാവപ്പെട്ടവർക്ക് ഇറച്ചി കൊടുക്കുന്നതിൻ്റെ പ്രതിഫലം അതും നമുക്ക് കിട്ടൂല എന്നല്ല. പക്ഷെ ഉദിയയുടെ ആ യഥാർത്ഥ മാനസികാവസ്ഥ നമുക്കുണ്ടാകണമെങ്കിൽ ഇങ്ങനെ ചെയ്യണം. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കണം. വീഡിയോ ലെങ്ത് കൂടുന്നത് ഭയന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. വേറൊരു കാര്യം പറയാനുള്ളത്, ധാരാളം പേർ വീഡിയോ കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള ഉപകാരപ്രദമായ അറിവുകൾ, എനിക്കറിയാവുന്ന അറിവുകൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഇത് എത്തിക്കുക. ഇതെല്ലാം ഒരു സൽക്കർമ്മമായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ എന്ന ദുആ വസിയത്തോടുകൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.